ഇന്ത്യയിൽ ഹിജാബ് ഇടാൻ വേണ്ടി സമരം നടത്തുന്ന പെൺകുട്ടികളുടെ മതത്തിൻ്റെയും വ്യക്തിഗതവുമായിട്ടുള്ള ചോയ്സിനെ എസെൻഷ്യൽ പ്രാക്ടീസിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ അല്ല എന്ന് താല്പര്യപ്പെടുന്ന ഇറാനിലെ സ്ത്രീകളോട് കൂടെ നിൽക്കാൻ പിന്നെന്താ നമുക്ക് തടസ്സമുള്ളത്? അതങ്ങനെ തന്നെയാണ്. കാരണം സദാചാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കാനോ മനുഷ്യനെ കൊല്ലാനോ ഉള്ള പവറൊന്നും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. അത് മതത്തിൻ്റെ പേരിലായാലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് സ്വാഭാവികമായിട്ടൊരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്. ഒരു സംശയം രണ്ടുമാണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. മതത്തിന്റെ ലോജിക്കും അല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചുരിദാർ ചോയ്സാണോ? നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം ചോയ്സാണോ? അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ചോയ്സ് ആവുന്നത് ആർക്കാണ്? ഇതെന്നെ ഇത് കേവലമായ ചോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ സമരം ചെയ്യുന്നത്. എസെൻഷ്യൽ ആണ്, എസെൻഷ്യൽ പാർട്ടാണ്. മതത്തിന്റെ തന്നെ എസെൻഷ്യൽ പാർട്ടുകൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അങ്ങനെയേ ചെയ്യാവൂന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങനല്ല പടച്ചോന്റെ ലോജിക്ക്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് എസെൻഷ്യൽ പ്രാക്ടീസാണ്, സംശയമില്ലല്ലോ. നിസ്കരിക്കാത്ത ഒരാളെ പിടിച്ച് ശിക്ഷിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ലല്ലോ. ഇല്ല, ഇത് എസെൻഷ്യൽ പ്രാക്ടീസാണ്. അതുകൊണ്ട് അത് അവരുടെ അവകാശമായി വകവെച്ച് നൽകാവുന്നതാണ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യം. ഇനിയിപ്പോൾ നിസ്കരിക്കാത്തവനെ ഒരാളെ പിടിച്ചിട്ട് ജയിലിൽ അടക്കണമെന്നോ അല്ലെങ്കിൽ ഇസ്ലാം ഒന്ന് പുറത്താക്കണമെന്നോ ഭരണഘടനയും പറയുന്നില്ല. ഭരണഘടനയുടെ കാഴ്ചപ്പാടിൽ ശരിയാണ്. ഒരു മിനിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. തട്ടയിടുക എന്നുള്ളത്, തല മറക്കുക എന്നുള്ളത് മതത്തെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ പ്രാക്ടീസാണ്. ഒരു ഔറത്ത് പറയുന്നുണ്ട്, സ്ത്രീക്കും പറയുന്നുണ്ട്, പുരുഷനും പറയുന്നുണ്ട്. അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ചെയ്യുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. മറ്റൊരാൾ ചെയ്യുന്ന പോലെയാണെന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്നല്ല, അവിടെയാണ് ഈ പറഞ്ഞ പോലെ ചോയ്സ് കൊടുക്കുന്നത്. ഇനി അത് പിന്നെ ഞാനും പടച്ചവനും തമ്മിലുള്ള കാര്യം. അതുവരെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് അയാൾക്ക് ചെയ്യാം എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷിക്കാനുള്ള സ്കോപ്പൊന്നും ഭരണഘടനയിലില്ല. അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് വ്യക്തിയുടെ ചോയ്സാണ്. ആ ചോയ്സിന് വേണ്ടി, ആ നിർബന്ധിതമായ മതാചാരത്തിന് വേണ്ടി, ഇത് രണ്ടും ഒരുമിച്ചാണ്. അത് രണ്ട് സ്പേസിൽ കൊണ്ടുപോയി വെക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് രണ്ടും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ എസെൻഷ്യൽ പ്രാക്ടീസിന് വേണ്ടിയാണ്, അതേസമയം ചോയ്സിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോയതുകൊണ്ടായിരിക്കും. ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ അതിലെനിക്ക് സംശയമില്ല. ഒരു റിലീജിയന്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂറ്റി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹിജാബ് ധരിക്കാത്ത സ്ത്രീ മുസ്ലിം ആണോ അല്ലയോ? ആ മുസ്ലിം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല. ഞാൻ ദൈവമാണെന്ന് മാത്രമേ ഞാൻ പറയൂ. എന്റെ ബേസിക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഇസ്ലാം പർദ്ദ ധരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പർദ്ദ ധരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്? പർദ്ദ എന്നുള്ള ഡ്രസ് അതിലില്ല. പിന്നെ എന്തിനാണ് അത് ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ്, നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയാം. ന്യൂസ് റൂം വിട്ടിറങ്ങുക, കണ്ണൂർ ജില്ലയിൽ പോയിക്കോ, നല്ല മുസ്ലിം പോപ്പുലേഷനുള്ള കുട്ടികൾ. ഇപ്പം വേണ്ട, കോളേജുകളിൽ ചെന്ന് പോയിക്കോ. പർദ്ദ ധരിച്ച് വരുന്ന കുട്ടികളോട്, ഉമ്മമാരോടല്ല ഞാൻ പറയുന്നത്, കുട്ടികളോട് നിങ്ങൾ ചോദ്യം ചോദിച്ചോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പർദ്ദ ധരിച്ചത്? പ്രത്യേകിച്ച് കണ്ണൂരൊക്കെയാണ് ഞാൻ കുറേ അധികം കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് കണ്ണൂരാണ് എടുത്ത് പറഞ്ഞത്. അവർ പർദ്ദ ധരിക്കുന്നത് അവരുടെ സൗകര്യത്തിനും കൂടി വേണ്ടിയാണ്. മതാചാരപ്രകാരം നിർബന്ധമായും ഞാനൊരു മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മാന്യമായ വസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതും എന്നാൽ ഭയങ്കര സൗകര്യപ്രദവുമായിട്ടുള്ളൊരു വസ്ത്രം എന്നുള്ള രൂപത്തിലാണ് പർദ്ദ ധരിക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി ചോദിച്ചോ, ഈ കുട്ടികൾ അധികവും അല്ലെങ്കിൽ അവർ സേഫ്റ്റിക്ക് നല്ല ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ ഉമ്മ സ്കൂളിൽ പോകുന്ന സ്ത്രീയാണ്, ടീച്ചറാണ്. സാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഒരു 5-6 കൊല്ലം മുമ്പ് വെറുതെ പർദ്ദ ഇട്ട് തുടങ്ങിയതാണ്. ഉമ്മ ഇപ്പോൾ സാരി എടുക്കൂല.
ഞാൻ പർദ്ദയെ വിശുദ്ധീകരിക്കുക മറ്റേ ഒരു വിശുദ്ധ പട്ടം നൽകാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. അതിലൊരു ആന്റി വുമൺ ആയിട്ടൊരു സംഭവം ഫീൽ ചെയ്തിട്ടില്ല? ഇല്ല, പർദ്ദന്റെ ഉള്ളിൽ. കാരണം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയി കാണുന്നത് കൊണ്ടും അതിന്റെ ഒരു സൈക്കോളജി അതല്ലേ പറയും. അങ്ങനെയാണോ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീ മാത്രം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആവുകയും പുരുഷൻ ഇതൊന്നും ബാധിക്കാതെ വരികയും എങ്ങനെയാണ് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? ഇതെന്താണെന്നറിയോ, ഇപ്പം അറേബ്യൻ നാടുകളിലേക്ക് നോക്കുക, പുരുഷന്മാരുടെ വസ്ത്രവും സ്ത്രീകളുടെ വസ്ത്രവും എന്നുള്ളത്. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ എന്താ പറയാ, ഇവിടെ വന്നിട്ടുള്ള ശൈലികൾ വ്യത്യാസം. ഇപ്പോഴുള്ള ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാരുടെ ജനറേഷനൊക്കെ വരെ ശരിയായിരിക്കും. മതപണ്ഡിതന്മാർ വന്ന് ക്ലാസ് എടുത്ത് പർദ്ദയെ ഇടാവൂ പുറത്തിടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്ട് എൻ്റെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിൻ്റെയും നിർബന്ധിത അടിസ്ഥാനത്തിലല്ല പർദ്ദ ധരിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആയിട്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിൽ എൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, പക്ഷേ ചോദ്യം ചെയ്യാം. ഈ മുഖം മൊത്തം മൂടി മറച്ചിട്ടുള്ള നിക്കാബ്, അത് നിക്കാബ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. എനിക്ക് വ്യക്തിപരമായി വലിയ താല്പര്യമില്ലാത്ത വസ്ത്രധാരണമാണത്. എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഞാൻ ഇട്ടിട്ടില്ല. ഇല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ ഏറ്റവും സ്ത്രീ പുറകോട്ട് വലിക്കുന്ന ഒരു ഏറ്റവും സ്ട്രോങ് ഘടകം ഏതാന്ന് ചോദിച്ചാൽ മതമല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നിങ്ങളെ ഉദ്ദേശശുദ്ധിയെ ഞാൻ അതുപോലെ തന്നെ ബഹുമാനിക്കുന്നു. ആ ചോദ്യം എനിക്ക് മനസ്സിലാവും ചെയ്യും. പക്ഷെ അതിന്റെ പ്രശ്നം കിടക്കുന്ന ഇതാ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കതായിരുന്നു, ടെക്സ്റ്റാണ് പ്രശ്നം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടെക്സ്റ്റാണ് പ്രശ്നം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്റർപ്രിട്ടേഷനും പറയുന്നതും പറയേണ്ടാത്തതും അനാവശ്യ സന്ദർഭങ്ങളിൽ ചർച്ച എടുത്തിടുന്നതും അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ വീണ്ടും ഐസൊലേറ്റ് ചെയ്യുന്നതും, അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഇപ്പം മതം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ്. ഇപ്പം ഇസ്ലാമിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇസ്ലാം ഒരു മതം എന്ന രൂപത്തിൽ അതൊരു ജീവിതശൈലി കൂടെയാണ്. ഭയങ്കര ഇൻക്ലൂസീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള, എല്ലാ മനുഷ്യർക്കും ഇടം നൽകുന്ന, അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ശരിക്കും ഇസ്ലാം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ പല രൂപത്തിൽ അവനവൻ്റെ താല്പര്യത്തിന് ഈ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ തന്നെ പല രൂപത്തിൽ മറ്റുള്ളവർക്ക് ആക്സസ് ഇല്ലാത്ത രൂപത്തിൽ. ഉദാഹരണത്തിന് ഇപ്പം ഖുർആൻ അറബി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്തിൽ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വരുന്ന സമയത്ത് കുറേ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ടെക്സ്റ്റായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഏത് ഭാഷയിലേക്ക് ആവട്ടെ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്ന കുറച്ച് മനുഷ്യന്മാർ എപ്പോഴും ഉണ്ടാവും. സ്ത്രീകൾ പഠിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന മനുഷ്യന്മാർ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അല്ലാത്ത കുറേ മനുഷ്യന്മാരും ഉണ്ടാവും. അപ്പം ഇത് ആവശ്യമായും അനാവശ്യമായും കുറേ കാര്യങ്ങൾക്ക് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് അതിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പം ഈ പരാമർശം തന്നെ എടുക്കുക. ഈ പരാമർശം മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. കുടുംബശ്രീൻ്റെ മാത്രമൊന്നുമല്ലാതെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നിരന്തരമായിട്ട് ഇക്കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവുകയും അതിന് തക്ക വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്നുള്ളതിൽ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, ഒരു അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി തന്നെ കേരളത്തിൽ ഇപ്പം നടന്നു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് സ്കോപ്പ് ഉണ്ടാക്കുക, ഒരു നൂലിട്ട് കൊടുക്കുക, അതിൽ കൊത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തയ്യാറായിരിക്കുന്നുണ്ട്. അതിട്ട് കൊടുക്കുക, അവർ കൊത്തുക, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക, ചർച്ച ഉണ്ടാക്കുക. അവസാനം ഗവൺമെൻറ് ഇപ്പോൾ ആരാണോ പ്രസ്താവന ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത് അവരതിൽ നിന്ന് പിന്തിരിയുക. വഖഫിൻ്റെ വിഷയം, ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയം, സ്കൂളിലെ യൂണിഫോമുകളുടെ വിഷയം, കുടുംബശ്രീയുടെ പ്രതിജ്ഞയുടെ വിഷയം, ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന കുറേ വിഷയങ്ങൾ ഉണ്ടാകുന്നു.
ഈ വിഷയങ്ങളിൽ അനാവശ്യമായി പലരും ചെന്ന് പല പ്രസ്താവനകളും എടുക്കുന്നു. ആ പ്രസ്താവനകളുടെയൊക്കെ ബാധ്യത എല്ലാ മനുഷ്യരുടെയും തലയിൽ വന്ന് ചേരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രസ്താവന എന്താണെങ്കിലും തന്നെ അതിന് ഒറ്റ വീക്ഷണത്തിൽ നമ്മളെല്ലാവരും കാണാനും ശ്രമിക്കുന്നുള്ളൂ. അതിന് മതത്തിൻ്റെയും വീക്ഷണമുണ്ട്, അങ്ങനെ അല്ലാതെ കാണാൻ ശ്രമിക്കുന്നവരുടെയും വീക്ഷണമുണ്ട്. ഇതൊക്കെ കമ്പൈൻ ചെയ്താണ് നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ എത്തേണ്ടത്. ഇതൊന്നും അല്ലാതെ ഈ ചർച്ചകൾ നല്ലതല്ലേ? ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെ ഒരു ചർച്ച സമൂഹത്തിൽ വരുന്ന മുസ്ലിം സ്ത്രീകൾക്കടക്കം ഗുണം ചെയ്യുന്ന ഒരു, അവർ കോൺഷ്യസ് ആവില്ല അവരുടെ റൈറ്റ്സിനെ കുറിച്ച്. പുറത്തുനിന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്ത്രീക്ക് ഒരിക്കലും തുല്യമായ സ്വത്ത് കൊടുക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇതിങ്ങനെ ഒരു വിഷയം വരികയും അത് ചർച്ചയാവുകയും ചെയ്യുന്നത് നല്ലതല്ലേ? അത് അതെ ശരിയാണ്. ഞാൻ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കും. ഇപ്പം നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ പോകും. മതം പഠിച്ചവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപം അറിയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അല്ലാത്ത ആളുകളൊക്കെ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിഷ്കളങ്കമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യമാണ്, ഇതെന്തുകൊണ്ടാണ്, ഇത് ഭയങ്കര ഇനീക്വൽ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അങ്ങനെ തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. തുല്യ സ്വത്തവകാശം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം തോന്നും. ആ പ്രശ്നമുണ്ട്. പക്ഷേ മതത്തിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനകത്ത് സ്ത്രീയെയും പുരുഷനെയും രണ്ട് തരത്തിലാണ് നോക്കിക്കാണുന്നത്. ഒന്ന് മുകളിൽ ഒന്ന് താഴെ എന്നുള്ള രൂപത്തിലല്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ശ്രമിക്കും. ഒന്ന് മുകളിൽ ഒന്ന് താഴെയോ അല്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെ മനുഷ്യരാണെന്നും അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ടെന്നും ആണ് ഖുർആൻ വകവെച്ച് കൊടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതിൽ ചില കാര്യങ്ങളിൽ സ്ത്രീകളെ ഇപ്പം ഒരു പെൺകുട്ടി വളർന്നു വരുന്നത് വരെ, പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയായിരിക്കും, കുട്ടികൾ വളർന്നു വരുന്നത് വരെ അവരുടെ ഉത്തരവാദിത്ത രക്ഷിതാക്കളിലുണ്ട്. ഇപ്പം ഈ സ്വത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, വളർച്ച പൂർത്തിയായ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വത്തിൽ അവരുടെ ഉമ്മക്കും ഉപ്പാക്കും അവകാശം കൊടുക്കുന്നുണ്ട്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഞാൻ നിർബന്ധമായും ഞാൻ ഉണ്ടാക്കുന്ന സമ്പത്തിൽ ഞാൻ നിർബന്ധമായും നികുതി കണക്കെ ഈ നാട്ടിലുള്ള അശരണർക്കും ഈ നാട്ടിലുള്ള അഗതികൾക്കും അനാഥകൾക്കും പണം നീക്കി വെക്കണമെന്ന് മതം പറയുന്നുണ്ട്. അത് ഈ പുറത്തുള്ള നികുതി സമ്പ്രദായമല്ല. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിർബന്ധിത സക്കാത്ത് ഉണ്ട്. ഈ സക്കാത്ത് എന്തിനാണ്? ഈ സക്കാത്ത് സമൂഹത്തിലെ പാർശ്വവൽക്കൃതരായിട്ടുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുക. ഇതൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് എല്ലാവരോടും ആ സാധനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ അടുത്ത് പറയുന്ന ഒരു സാധനമുണ്ട്, അവർക്ക് അധിക ബാധ്യതകൾ കൊടുത്തിട്ടുണ്ട്, ആ ബാധ്യതകൾ നിറവേറ്റേണ്ടതുണ്ട്. സ്ത്രീക്കാണെങ്കിൽ അത്തരത്തിൽ ബാധ്യതകളില്ല. ഞാൻ സ്വതന്ത്രമാണ്. എൻ്റെ തീരുമാനങ്ങൾ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ, എനിക്ക് കിട്ടിയ സ്വത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് മേൽ ഒരു ഉത്തരവാദിത്വം പേറുന്നില്ല. എൻ്റെ സ്വത്തിൽ ഞാൻ സർവ്വസ്വതന്ത്രയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ എന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവർ ചെയ്യേണ്ടുന്ന മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് പ്രപ്പോർഷനിൽ വ്യത്യാസമുണ്ട്. ആ പ്രപ്പോർഷനിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഒന്ന് വലുത് ഒന്ന് ചെറുത് എന്നല്ല, ആ വലുതിന് അതിൻ്റേതായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. ഈ ചെറുതിന് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിവിലേജും കൂടുന്നുണ്ട്. ഇതാണ് മതപരമായ കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം തോന്നില്ല ഒരു പരിധി വരെ. ഇനി രണ്ടാമതായിക്കൊണ്ട് ഒരു വീട്ടിൽ സാഹചര്യവശാൽ ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് എന്ന് പറയുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടൊക്കെ എല്ലാവരും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിലായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വേറെ ഉണ്ട്. ഇപ്പം കുറേ ആമിന വധൂദിൻ്റെ ആണെങ്കിലും മെർനീസിൻ്റെ ഒക്കെ ആണെങ്കിലും ടെക്സ്റ്റിൻ്റെ അകത്ത് വേറെയും കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഈ ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭത്തിന് ഓരോ സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന്.